വീണ്ടും മമ്മൂട്ടി മോഹൻലാൽ ചിത്രം ഒരേ ദിവസം തുടങ്ങുന്നു. ഇപ്പോഴത്തെ ചാർട്ട് പ്രകാരം മമ്മൂട്ടി അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രം, അതായത് വിധേയനും പൊന്തന്മാടയ്ക്കും ശേഷം ഒരു 3 പടം അനന്തരവും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 4ാമത്തെ സിനിമയാണ് മമ്മൂട്ടിയും അടൂർ ഗോപാലകൃഷ്ണൻ ഒന്നിക്കുന്നത്. ഈ സിനിമ ജനുവരി 23 ഷൂട്ടിംഗ് ആരംഭിക്കും. എറണാകുളം തൊടുപുഴയാണ് ലൊക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. 1-2 ലൊക്കേഷൻസ് കൂടെ ഉണ്ട്. നയൻതാരയാണ് നായിക. നല്ല ടെക്നീഷ്യന്മാർ, എന്തായാലും മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്നതുകൊണ്ട് നല്ല ടെക്നീഷ്യന്മാർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, ഇതെല്ലാം സ്ഥിരം നല്ല ടെക്നീഷ്യന്മാരായിരിക്കും വരുന്നത്. എന്നാലും അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രം ഒരു നല്ല ചിത്രം എന്നുള്ളതും മമ്മൂട്ടിക്ക് അഭിനയ പ്രാധാന്യമുള്ള ചിത്രമാകാൻ ചാൻസ് വളരെ കൂടുതലാണ്. മറുവശത്ത് മോഹൻലാലിന്റെ L365 ആണ്. ഒരുപാട് വിവാദങ്ങൾക്കൊടുവിൽ ഡയറക്ടർ ഓസ്റ്റിനെ മാറ്റി തരുൺ മൂർത്തി തുടരും എന്ന് പറഞ്ഞ മെഗാ ഹിറ്റിന് ശേഷം മലയാളത്തിലെ എക്കാലത്തെ മികച്ച വിജയങ്ങളിലൊന്നായ തുടരിനും ശേഷം തരുൺ മൂർത്തി മോഹൻലാൽ ഒന്നിക്കുന്നു എന്നുള്ള ചിത്രം. ആഷിഖ് ഉസ്മാനാണ് നിർമ്മാണം. ഒരുപാട് താരങ്ങളുള്ള സിനിമയിൽ ഇതിനകത്ത് മീര ജാസ്മിനാണ് നായിക. ഇതും തൊടുപുഴയിലും ഒക്കെ ലൊക്കേഷൻ പറഞ്ഞിട്ടുള്ള സിനിമയാണ്. എന്തായാലും ജനുവരി 23 ഈ മാസം 2 താരങ്ങൾ മമ്മൂട്ടിയും മോഹൻലാലും, മമ്മൂക്കയും ലാലേട്ടനും എന്തായാലും വീണ്ടും പുത്തൻ പടത്തിന്റെ ഷൂട്ടിങ്ങിലേക്ക് കയറുകയാണ്. ഇതിനകത്ത് ഏത് കപ്പടിക്കുമെന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. കാരണം അടൂരിന്റെ പടമായതുകൊണ്ട് നമുക്ക് അവാർഡ് പടമൊന്നോ തരുൺമൂർത്തിയുടെ പടം അധികം നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റത്തില്ല. എന്തായാലും ഒരു ഗംഭീര കൊമേഴ്ഷ്യൽ പടം എന്നുള്ള രീതിയിൽ തരുൺമൂർത്തിയുടെ പടം ഒരു ത്രില്ലർ മൂഡിലുള്ള പടമായതുകൊണ്ട് നമുക്കത് ആ രീതിയിൽ കാണാം. അടൂരിന്റെ പടത്തിന് നമുക്കൊരു വേറൊരു രീതിയിൽ അപ്രോച്ച് ചെയ്യാം അദ്ദേഹത്തിന്റെ മുൻ ചിത്രങ്ങളുമായിട്ട്. എന്തായാലും ബാക്കിയൊക്കെ നിങ്ങൾ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക.